KPSC തലയുയർത്തി നിൽക്കുന്ന കായംകുളത്തിന്റെ മണ്ണിൽ ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവത്തിന് നാളെ തുടക്കമാകും. രചനാ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുമെങ്കിലും കലാമത്സരങ്ങൾക്ക് അരങ്ങുണരുന്നത് വെള്ളിയാഴ്ചയാണ്. കായംകുളത്ത് ഇനി കലോത്സവരാവാണ്. 316 ഇനങ്ങളിലായി 6000-ഓളം വിദ്യാർത്ഥികളാണ് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. കലാമാമാങ്കത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. 29, 30, 2, 3 തീയതികളിൽ ഏകദേശം 13 വേദികളിലായിട്ടാണ് 6000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ഒരു കലാമേള ഇവിടെ അരങ്ങേറുന്നത്. ഇന്ന് നടക്കുന്ന രചനാ മത്സരങ്ങളോടെയാണ് കലോത്സവത്തിന് തുടക്കമാകുന്നത്. നവംബർ 29, 30, ഡിസംബർ 2, 3 തീയതികളിൽ കായംകുളം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ 13 വേദികളിലായാണ് മറ്റു മത്സരങ്ങൾ നടക്കുന്നത്. രജിസ്ട്രേഷൻ നടപടികൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി. 300-ലധികം ഇനങ്ങളാണ് മത്സരത്തിനുള്ളത്. DDN നേതൃത്വത്തിലെ ജഡ്ജസ് പാനലൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അക്കോമഡേഷൻ അവിടെ വരുന്നതനുസരിച്ചിട്ടാണ് അക്കോമഡേഷൻ. ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്ന DD അടക്കം പറഞ്ഞത് ചേർത്തല, അതുപോലെ തന്നെ അരൂര്, ആലപ്പുഴയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്കാണ് അക്കോമഡേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ ഇതൊരു പുതിയ കാര്യമല്ലല്ലോ, എല്ലാ വർഷവും കലോത്സവം ഭംഗിയായി നടത്തുന്ന ഒരു പാരമ്പര്യം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മുഖ്യവേദി. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, BEd സെന്റർ, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കായംകുളം ഗവൺമെന്റ് UP സ്കൂൾ, കായംകുളം LPS, ഓട്ടിസം സെന്റർ, BRC ഹാൾ എന്നിവിടങ്ങളിലാണ് മറ്റു വേദികൾ. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമടക്കം ദിവസവും 3000-ഓളം പേർക്കാണ് കായംകുളം SN വിദ്യാപീഠം സ്കൂളിൽ ഭക്ഷണമൊരുക്കുന്നത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.